വെൽക്കം. റഹ്മാനാണ്. റീനൽ പത്തോളജി ട്യൂബുലോ ഇൻഡസ്ട്രീഷ്യൽ ഡിസീസസിൽ നമ്മൾ പൈലോനെഫ്രൈറ്റിസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അക്യൂട്ട് പൈലോനെഫ്രൈറ്റിസിനെ കുറിച്ച് പറഞ്ഞു. സോ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുക ക്രോണിക് പൈലോനെഫ്രൈറ്റിസിനെ കുറിച്ചാണ്. പൈലോ എന്ന് പറഞ്ഞാൽ റീനൽ പെൽവിസിനെ പറ്റിയുള്ളതാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. സോ ഐറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ ആണ്. സോ ക്രോണിക് പൈലോനെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേറ്ററി ഡിസോർഡർ ഓഫ് ട്യൂബുലോ ഇൻഡസ്ട്രീഷ്യൽ ഡിസീസസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ട്യൂബ്യൂൾസിനെ ബാധിക്കുന്നുണ്ട്, ഇൻഡസ്ട്രീഷ്യൽ അല്ലെങ്കിൽ ട്രോമയെ ബാധിക്കുന്ന ഡിസോർഡർ ആണ്. ആൻഡ് ഇതുമൂലം എവിടെയാണ് പ്രശ്നങ്ങൾ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇവിടെ രണ്ട് സ്ഥലത്തും സംഭവിക്കാം. പ്ലസ് പിന്നെ സംഭവിക്കുന്നത് ദിസ് ലീഡ്സ് ടു സ്കാരിങ് ആൻഡ് ഫൈബ്രോസിസ് ഓഫ് കാലിസസ്. റീനൽ കാലിസസിൽ പ്രശ്നമുണ്ട് ആൻഡ് ഓൾസോ പെൽവിസിലും പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ്. സോ പെൽവോ കാലീസിയൽ ഡാമേജ് ഉണ്ടാകുന്നുണ്ട്. സോ ക്രോണിക് ഇൻഫ്ലമേഷൻ മൂലം, ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താ നടക്കുന്നുണ്ട്? ടിഷ്യൂ ഡിസ്ട്രക്ഷൻ അവിടെ നടക്കുന്നുണ്ട് ആൻഡ് അതിനോടൊപ്പം തന്നെ ഹീലിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഫൈബ്രോസിസ് ഉണ്ടാവുന്നുണ്ട്. സോ ടിഷ്യൂ ഡിസ്ട്രക്ഷൻ, ഹീലിംഗ്, ഫൈബ്രോസിസ് എല്ലാം ഒരുമിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ട്യൂബ്യൂൾസ് നശിക്കുന്നു, ഇൻഡസ്ട്രീഷ്യം നശിക്കുന്നു, കാലിസസിൽ ഡാമേജ് ഉണ്ടാവുന്നു. സോ ക്രോണിക് പൈലോനെഫ്രൈറ്റിസ് ഇസ് എ ക്രോണിക് ഇൻഫ്ലമേഷൻ ഓഫ് ദ ട്യൂബുലോ ഇൻഡസ്ട്രീഷ്യം ലീഡ്സ് ടു സ്കാരിംഗ് ഓഫ് കാലിസസ് ആൻഡ് പെൽവിസ്. പ്രിഡോമിനന്റ്ലി എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ജസ്റ്റ് കിഡ്നിയാണ് എന്ന് കരുതി കഴിഞ്ഞാൽ പ്രിഡോമിനന്റ്ലി തകരാറുണ്ടാകുന്നത് ഇതിന്റെ പെൽവിസസ് നശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇവിടെയാണ് കൂടുതൽ ഇൻവോൾവ്. അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ദിസ് ഡിസീസ് അൾട്ടിമേറ്റ്ലി ലീഡ് ടു ESRD ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസിലേക്ക് ഇത് ബാധിക്കുന്നു. അപ്പോൾ ഇതിന്റെ എറ്റിയോപാത്തോജെനിസിസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടുണ്ടാകുന്നത്. ആൻഡ് അതിൽ ഒരു കാരണം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട മെയിൻ കോസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റിഫ്ലക്സ് നെഫ്രോപ്പതി എന്ന് പറയുന്ന കണ്ടീഷനാണ്. റിഫ്ലക്സ് നെഫ്രോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ദർ ഈസ് കൺജെനിറ്റൽ ഓർ ഇൻക്രീസ്ഡ് വെസിക്കോയൂറിറ്ററി റിഫ്ലക്സ്. വെസിക്കോയൂറിറ്ററി എന്ന് പറയുമ്പോൾ ഇത് യൂറിനറി ബ്ലാഡർ ആണെങ്കിൽ ആൻഡ് ഇവിടെ നിന്ന് യൂറിറ്റർ ഇങ്ങോട്ടേക്ക് വരുന്നു എന്ന് കരുതുക. യൂറിറ്റർ ഇങ്ങനെ അങ്ങ് വരികയാണ്. സോ ഇങ്ങോട്ടേക്കുള്ള ആ റിഫ്ലക്സ് കൂടുതലാണ് എന്നുള്ളതാണ് വെസിക്കോയൂറിറ്ററി റിഫ്ലക്സ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ആൻഡ് ഇതിനൊപ്പം ദർ ഈസ് സൂപ്പർ ഇമ്പോസ്ഡ് വിത്ത് റിക്കറന്റ് അറ്റാക്ക് ഓഫ് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻസ്. അസെൻഡിങ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് യൂറിത്രയിൽ നിന്ന് യൂറിനറി ബ്ലാഡർ ദെൻ യൂറിറ്റർ ഇങ്ങനെ കിഡ്നിയിലേക്ക് എത്തുന്ന അതിനാണ് അസെൻഡിങ് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. സോ ഇൻക്രീസ്ഡ് ഓർ കൺജെനിറ്റൽ വെസിക്കോ യൂറിറ്ററി റിഫ്ലക്സ് UVR എന്ന് എഴുതാം. ആൻഡ് പ്ലസ് അതിനോടൊപ്പം തന്നെ സൂപ്പർ ഇമ്പോസ്ഡ് വിത്ത് റിക്കറന്റ് അറ്റാക്ക് ഓഫ് UTI യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ഉണ്ട്. ആൻഡ് അത് വരുന്നത് അസെൻഡിങ് ഇൻഫെക്ഷൻ വഴിയാണ്. സോ തുടർച്ചയായിട്ടുള്ള അസെൻഡിങ് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ഈ സൂപ്പർ ഇമ്പോസ്ഡ് വിത്ത് ദിസ് കൺജെനിറ്റൽ വെസിക്യൂറിറ്ററി റിഫ്ലക്സ്. ആൻഡ് ഓൾസോ കിഡ്നിയിൽ തന്നെയുള്ള റിഫ്ലക്സിന് നമ്മൾ ഇൻട്രാ റീനൽ റിഫ്ലക്സ് എന്നാണ് പറഞ്ഞത്. റീനൽ റിഫ്ലക്സ് എല്ലാം കൂടി വരുമ്പോഴത്തേക്കും ഇവിടെ കൂടുതലായിട്ട് ബാക്ടീരിയകൾ തുടർച്ചയായിട്ട് വളരാൻ തുടങ്ങുന്നു. സോ ഇതുമൂലം ക്യാൻ ബി യൂണിലാറ്ററൽ, ഒരു കിഡ്നിയെ ബാധിക്കാം, അല്ലെങ്കിൽ ഇപ്പുറസൈഡിൽ വേറെ കിഡ്നി ഉണ്ടല്ലോ, രണ്ട് കിഡ്നിയും ദാറ്റ് ഈസ് ബൈലാറ്ററൽ പൈലോനെഫ്രൈറ്റിസ് ഉണ്ടാകാം. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ക്രോണിക് ആയിട്ടുള്ള ഒബ്സ്ട്രക്റ്റീവ് പൈലോനെഫ്രൈറ്റിസ് മൂലമാകാം. സോ ദിസ് ഈസ് ഒബ്സ്ട്രക്ഷൻ ആണ്. ഇവിടെ തടസ്സമുണ്ട് യൂറിൻ ഇങ്ങോട്ടേക്ക് വരുന്നതിൽ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകുന്നതിൽ എവിടെയെങ്കിലും തടസ്സം. സോ obstruction to the flow of urine, persistent obstruction or recurrent infections. persistent obstruction ഇവിടെയുണ്ട് അല്ലെങ്കിൽ ഇവിടെയുണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. പ്ലസ് അതിന്റെ കൂടെ റിക്കറന്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് കൂടി വരികയാണെങ്കിൽ ഇൻവോൾവിംഗ് ദിസ് കാലിസസ് ആൻഡ് പെൽവിസ്, റീനൽ പെൽവിസിലൊക്കെ വീണ്ടും ഇൻഫെക്ഷൻ വന്നുകൊണ്ടേയിരിക്കും. സോ ഒബ്സ്ട്രക്ഷൻ പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം. ഇപ്പോൾ ഒന്ന് കാൽക്കുലൈസ് ആണ്. കാൽക്കുലൈ അല്ലെങ്കിൽ നമ്മൾ അതിനെ സ്റ്റോൺ എന്നൊക്കെ പറയാം. റീനൽ സ്റ്റോൺസ് മൂലം പല സ്ഥലങ്ങളിലും തടസ്സം വരാം. അല്ലെങ്കിൽ ട്യൂമേഴ്സ് ഔട്ട്സൈഡ് വന്നിട്ട് കംപ്രസ് ചെയ്തിരിക്കാം കിഡ്നിയെ. അല്ലെങ്കിൽ പുരുഷന്മാരിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പ്രോസ്റ്റാറ്റിക് എൻലാർജ്മെന്റ്, അത് വലുതാകുമ്പോൾ അതും കംപ്രസ് ചെയ്യിക്കാം. BPH അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളായിരിക്കും. സോ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. സോ നമ്മൾ അപ്പോൾ മോർഫോളജി നോക്കിക്കഴിഞ്ഞാൽ ഗ്രോസ് കിഡ്നിയെ കുറിച്ച് പറഞ്ഞാൽ കിഡ്നി ചെറുതാണ്. ഇപ്പോൾ ഇത്രയും വലിയ കിഡ്നി ആയിരുന്നെങ്കിൽ അത് ചെറുതായിട്ടുണ്ട് എന്നുള്ളതാണ്. കിഡ്നിയുടെ സൈസ് ഇപ്പോൾ ഇത്രയായിട്ടുണ്ട് എന്നാണ് ഒരു കാരണം. സോ സൈസ് സ്മോൾ ആണ് ആൻഡ് ഓൾസോ കൺട്രാക്റ്റഡ് ആണ്. സൈസ് ഇസ് ഡിക്രീസ്. സോ ഈ കൺട്രാക്ഷൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് അസിമെട്രിക്കലി കൺട്രാക്റ്റഡ് എന്നാണ്. സോ ഇങ്ങനെ കൃത്യമായിട്ട് രണ്ടു വശം ഒരേപോലെ കൺട്രാക്ട് ചെയ്യണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ കൺട്രാക്ട് ചെയ്തിട്ടുണ്ടാകും, ഇവിടെ ഇങ്ങനെ കൺട്രാക്ട് ചെയ്തിട്ടുണ്ടാകും. ഒരു യു പോലെയൊക്കെയുള്ള കൺട്രാക്ഷൻസ് പല സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കാം. സോ ഇറ്റ് ഈസ് അസിമെട്രിക്കലി കൺട്രാക്റ്റഡ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അസിമെട്രിക്കലി കൺട്രാക്റ്റഡ് ആണ് എന്നുള്ളതാണ്. ആൻഡ് സ്കാർസ് ഓഫ് ഡിഫറെന്റ് ഷേപ്പ്, ഇവിടെ ഇങ്ങനെ ഷേപ്പ്, ഇവിടെ ഇങ്ങനെ ഷേപ്പ്, അങ്ങനെയൊക്കെ ആയിരിക്കാം. ഡിഫറെന്റ് ഷേപ്സ് ഇൻ ദ കിഡ്നി. ആൻഡ് ഇത് കൂടുതൽ ഇവിടെയാണ്, പോൾസിലാണ്. ഇവിടെയും ആയിരിക്കും ഈ സ്കാർസ്, കിഡ്നിയുടെ സ്കാർ
കൂടുതലുള്ളത് ഇവിടെ ആയിരിക്കും എന്നുള്ളതാണ്. ആൻഡ് അപ്പർ ആൻഡ് ലോവർ പോളിൽ കൂടുതലാണ്. ആൻഡ് ഇറഗുലർ ഷേപ്പ് ആയിരിക്കും. കിഡ്നിയുടെ ഷേപ്പ് നേരത്തെ ഇങ്ങനെ ഇരുന്നത് മാറി ഇറഗുലർ ഷേപ്പ് ആയിരിക്കാം. സോ അതുകൊണ്ടാണ് അതിനെ അസിമെട്രിക്കൽ സ്കാർസ് ആൻഡ് അസിമെട്രിക്കൽ കൺട്രാക്ഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് കാഴ്സ് ആർ ഇൻ ദ കോർട്ടക്സിലാണ്. അപ്പൊ കിഡ്നി വരയ്ക്കുകയാണെങ്കിൽ ഇത് അതിന്റെ മിഡിലറി പോർഷൻ ആണെന്ന് വരയ്ക്കുക, ഇത്രയും കോർട്ടക്സ് ആണെന്ന് വരയ്ക്കുക. ഇവിടെയാണ് അതിന്റെ സ്കാർസ് ഉള്ളത്. ആൻഡ് കോഴ്സ് ആൻഡ് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്കാർസ് ആയിരിക്കും കാണുക. സോ കാലിസസ് നോക്കിക്കഴിഞ്ഞാൽ കാലിസസ് ആർ തിക്കൻഡ് ആണ്, ഇവിടെ തിക്കൻഡ് ആണ്. ആൻഡ് റെഗുലർ വിത്ത് സ്കാർസ് ആൻഡ് ബ്ലണ്ടഡ് കാലിസസ് എന്ന് വിളിക്കും. ബ്ലണ്ടഡ് കാലിസസ് എന്ന് നമുക്ക് എഴുതാം. സോ പാപ്പിലെ അവിടെ ദിസ് പാപ്പിലെ ബിക്കം ഫ്ലാറ്റൻഡ് ആകും. ഇവിടെയും ഇവിടെയൊക്കെ ഡിസ്റ്റോർട്ടഡ് ആകും, പാറ്റൻഡ് ആകും ബിക്കോസ് ഓഫ് ദി സ്കാർസ് ഓഫ് സ്കാലിക്സ്. ഇനി മൈക്രോസ്കോപ്പി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്രോണിക് പൈലോനെഫ്രൈറ്റിസ് ആണ്. അപ്പോൾ ഉണ്ടാകുന്ന സെൽസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ലിംഫോസൈറ്റ്സ് ആയിരിക്കും കൂടുതൽ. ലിംഫോസൈറ്റ്സ് ആൻഡ് മോണോസൈറ്റിക് സെൽസ് ആയിരിക്കും കൂടുതൽ. ബിക്കോസ് ക്രോണിക് ഇൻഫ്ലമേഷനിലെ ന്യൂട്രോഫിൽ അല്ല, അവിടെ ലിംഫോസൈറ്റ്സ് ആണ് പ്രിഡോമിനന്റ് ഇൻ ഇന്റസ്റ്റിഷ്യം. ആൻഡ് ട്യൂബ്യൂൾസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില ഭാഗങ്ങളിൽ അട്രോഫി ഇൻ സർട്ടൻ ഏരിയാസ്, കുറച്ച് ഭാഗങ്ങളിൽ അട്രോഫി കാണാം. പക്ഷെ ചില ഭാഗങ്ങളിൽ ഹൈപ്പർട്രോഫി ആയിട്ടായിരിക്കും കാണുക. സോ രണ്ടും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ട്യൂബ്യൂൾസ് ആർ ഡയലേറ്റഡ് ആണ്. ആൻഡ് ദിസ് ട്യൂബ്യൂൾസ് ഇങ്ങനെ ഡയലേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇതിൽ ചില ഇസിനോഫിലിക് ഹയാലിൻ മെറ്റീരിയൽസ് വന്ന് ഫിൽ ചെയ്യും. സോ ഇതാണ് അതിന്റെ ട്യൂബ്യൂൾസിന്റെ ആകുമെങ്കിൽ ഇതിനകത്ത് ചില മെറ്റീരിയൽസ് വന്നിട്ട് അടിഞ്ഞുകൂടും. ആൻഡ് ദിസ് ഇസ് പിങ്ക് കളറിലാണ്. അതുകൊണ്ടാണ് ഇസിനോഫിലിക് എന്ന് പറഞ്ഞത്. ഇസിനോഫിലിക് മെറ്റീരിയൽസ് ഇസിനോഫിലിക് കൊളോയിഡൽ കാസ്റ്റ്. സോ കൊളോയിഡൽ കാസ്റ്റുകളാണ്. സോ ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ബിക്കോസ് PCT ഡിസ്റ്റോർഡ് ആണ്. PCT ഡിസ്റ്റോർഡ് ആകുമ്പോഴത്തേക്കും ലെസ് റീഅബ്സോർഷനും ചെറിയ പ്രോട്ടീൻ ഒന്നും റീഅബ്സോർബ് ചെയ്യുന്നില്ല. ഇത് ട്യൂബ്യൂൾസിൽ ഒന്ന് ഡെപ്പോസിറ്റഡ് ആകും. സോ അതാണ് ഒരു പിങ്ക് സെന്റർ ഇവിടെ കാണാം. സോ അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് നൗ ലുക്സ് ലൈക്ക് ഇങ്ങനെയുള്ള ഒരു കിഡ്നി. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തൈറോയ്ഡ് ഫോളിക്കിൾ ആണോ എന്ന് നമ്മൾ തോന്നിപ്പോകും. സോ തൈറോയ്ഡ് ഫോളിക്കിൾ ആണോ തോന്നിപ്പോകുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ തൈറോയിഡൈസേഷൻ ഓഫ് കിഡ്നി എന്നാണ് നമ്മൾ വിളിക്കുക. തൈറോയിഡൈസേഷൻ ഓഫ് ട്യൂബ്യൂൾസ്. കിഡ്നിയുടെ ട്യൂബ്യൂൾസിലാണ് ഈ പ്രശ്നം. ബിക്കോസ് ഇറ്റ്സ് ലുക്ക് ലൈക്ക് തൈറോയ്ഡ്. സോ ഇതാണ് ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത്. തൈറോയിഡൈസേഷൻ ഓഫ് ട്യൂബ്യൂൾസ് ആണ്. ഇനി ഇവിടെയുള്ള ബ്ലഡ് വെസൽസിന്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻഡ് ആർട്ടറൈറ്റിസ് ഒബ്ലിറ്ററൻസ് ആയിട്ട് കാണാം. ആൻഡ് ഓൾസോ ഹയാലൈൻ ആർട്ടീരിയോ ബിക്കോസ് ആ ബ്ലഡ് വെസൽസിലൊക്കെ സ്ക്ലീറോസിസ് വന്നിട്ടുണ്ട്. ആർട്ടീരിയോസ്ക്ലീറോസിസ് ഉണ്ട്. ഗ്ലോമറുലൈനെ ബാധിക്കുന്ന അസുഖമല്ല ഇത്. പക്ഷേ എങ്കിലും ഗ്ലോമറുലൈ നോക്കിക്കഴിഞ്ഞാൽ ദർ ഈസ് ചുറ്റും പെരിഗ്ലോമറുലാർ ഫൈബ്രോസിസ് നമുക്ക് കാണാം. ഇത് സപ്പോസ് ഗ്ലോമറുല ആണെങ്കിൽ ഇതിന്റെ ചുറ്റും ഇങ്ങനെ പെരിഗ്ലോമറുലാർ ഫൈബ്രോട്ടിക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കാലിസസിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. ദെൻ കാലിസസിന്റെ കാലീസിയൽ എപ്പിത്തീലിയം എന്ന് പറയുന്നത് അതിന് ചുറ്റും ദർ ഈസ് ഫൈബ്രോസിസ് ഉണ്ട് വിത്ത് ഡിഫ്യൂസ് ഇൻഫിൽട്രേഷൻ ഓഫ് ലിംഫോസൈറ്റ്സും നമുക്ക് കാണാം. ഇനി ക്രോണിക് പൈലോനെഫ്രൈറ്റിസിന്റെ ഒരു വേരിയന്റ് ആണ്. ആൻഡ് ദിസ് ഈസ് അൺയൂഷ്വൽ ആണ്. അതിനെ നമ്മൾ വിളിക്കുക ഗ്രാനുലോമാറ്റസ് പൈലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ആൻഡ് ദിസ് ഈസ് ബിക്കോസ് ഓഫ് ഒബ്സ്ട്രക്ഷൻ ഡ്യൂ ടു ഇൻഫെക്റ്റഡ് റീനൽ സ്റ്റോൺസ്. റീനൽ കാൽക്കുലൈ വന്നിട്ട് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്നു. അവിടെ പഴുപ്പ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഗ്രോസ് നോക്കിക്കഴിഞ്ഞാൽ കിഡ്നി നോക്കിക്കഴിഞ്ഞാൽ ലോബുലേറ്റഡ് മാസസ് ഡിഫ്യൂസ്ലി റീപ്ലേസ് ദ റീനൽ ആർക്കിടെക്ചർ മൊത്തം മാറ്റി വേറൊരു രീതിയിലേക്ക് മാറ്റുന്നതായിട്ട് കാണാം. സോ ഇവിടെ ധാരാളം വി ക്യാൻ സി ദാറ്റ് മാക്രോഫേജസ് കാണാം. മാക്രോഫേജസ് ആർ ഫോമി അല്ലെങ്കിൽ ദീസ് ആർ ലിപ്പിഡ് ലേഡൻ മാക്രോഫേജസ്. അത് നമുക്ക് ധാരാളമായിട്ട് കാണാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ലിപ്പിഡ് ലേഡൻ മാക്രോഫേജസ്. കാൽക്കുലേ നോക്കിക്കഴിഞ്ഞാൽ ദിസ് കാൽക്കുലയുടെ ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റാഗ് ഹോൺ അപ്പിയറൻസ് ആണ്. സ്റ്റാഗ് ഹോൺ അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ സ്റ്റാഗ് എന്ന് വെച്ചാൽ കലമാനാണ്. കലമാന്റെ ആ കൊമ്പുകൾ പോലെയുള്ള ചില ഒരു അപ്പിയറൻസുകൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കാണാം. അതുകൊണ്ടാണ് അതിനെങ്ങനെ വിളിക്കുക. ആൻഡ് സാധാരണ ഈ സാന്തോഗ്രാനുലോമാറ്റസ് ഇത് വരുന്നത് പ്രോട്ടിയസ് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻസിലൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത്. ക്രോണിക് പൈലോനെഫ്രൈറ്റിസിന്റെ മൊത്തം ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ക്രോണിക് റീനൽ ഫെയിലിയറിന്റെ തന്നെ ഏകദേശം ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. റിക്കറന്റ് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടായിരിക്കാം. ഫ്ലാങ്ക് പെയിൻ അല്ലെങ്കിൽ പുറം വേദന, അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഡിസ്കംഫർട്ട് ഉണ്ടായിരിക്കാം. ദെൻ യൂറിനറി അർജൻസി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഫ്രീക്വൻസി ഉണ്ടായിരിക്കാം. ഹെമച്യൂറിയ ബ്ലഡ് വരുന്നുണ്ടായിരിക്കാം. ദെൻ ഫീവർ, മലൈസ്, ഹൈപ്പർ ടെൻഷൻ. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ ഉണ്ടായിരിക്കാം. ആൻഡ് റീനൽ പയൂറിയ ഉള്ളതുണ്ട്. ലാബിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്ടീരിയൂറിയ ചിലപ്പോൾ കാണാം. അതിന് യൂറിനകത്ത് ബ്ലഡും കാണാം. ഹെമച്യൂറിയ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം എന്നുള്ളതാണ്. ആൻഡ് ഇതിന്റെ പ്രശ്നം ദിസ് ക്രോണിക് പൈലോനെഫ്രൈറ്റിസ് ലേറ്റർ പ്രോഗ്രസ് ടു എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ് ഓർ റീനൽ ഫെയിലിയറിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ക്രോണിക് പൈലോനെഫ്രൈറ്റിസ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.